വെൽക്കം ടു ക്രോസ് ആൻഡ് ക്രൗൺ റേഡിയോ. ഇത് നിങ്ങളുടെ സ്വന്തം RJ പീസ്. ഫീൽ ദ ഹോപ്പ് ഓഫ് ഈസ്റ്റർ വിത്ത് ക്രോസ് ആൻഡ് ക്രൗൺ. അതെ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ആ കുറ്റം ആരെങ്കിലും ഏറ്റെടുക്കാറുണ്ടോ? ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ നല്ല മനസ്സ് കേട്ടോ. എന്നാൽ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരാൾ മറ്റൊരാളുടെ കുറ്റം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? എന്തായിരിക്കും അത്? അവരോടുള്ള അഗാധമായ സ്നേഹം. അവരെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ. ഇങ്ങനെ അത്രമേൽ നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കാണണമെങ്കിൽ ആ ക്രൂശിത രൂപം ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഈശോ. നമ്മുടെ പാപങ്ങൾ കുരിശിൽ ചുമന്ന് നമുക്ക് വേണ്ടി മരിച്ച അവിടുത്തെ സ്നേഹം പറയാതിരിക്കാൻ കഴിയില്ല. ത്യാഗമാകുന്ന ആ സ്നേഹം നമുക്ക് മാതൃകയായി കാണിച്ചു തന്നു. ആ ഈശോയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അല്ലേ? പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എങ്കിലും ഒന്നുകൂടെ പറയാണ്. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്. നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും ഈശോയ്ക്ക് ഏൽക്കുന്ന ചാട്ടവാറടികളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാലോ? ഇന്ന് കേട്ടതുപോലെ ഈശോയുടെ സ്നേഹത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കുറ്റങ്ങൾ സ്വയം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച ഈശോയോട് നമുക്ക് മനസ്സിൽ തട്ടി നന്ദി പറഞ്ഞാലോ? ഒരു 2 മിനിറ്റ് ക്രൂശിത രൂപത്തിൽ നോക്കി നമുക്ക് താങ്ക് യു ജീസസ്, വി ലവ് യു ജീസസ് എന്ന് ഉരുവിടാം. അവൻ ബരാബാസിന് അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിന് പട്ടിക്കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മത്തായി 27:26. It's so wonderful, God's love. It's so wonderful, God's love. It's so wonderful, oh wonderful love. So high, we can't get over it. So deep, we can't get under it. So wide, we can't get around it. Oh wonderful love, oh wonderful love. കൃഷിതനേ ഉത്തിതനേ മർത്യനെ കാത്തിട